എങ്ങനെയുണ്ട് ഐറ്റം? ഐറ്റം കൊള്ളാം. राजीव जी, ये बुद्धन का नया लोग है. ഹലോ. ഹലോ. എത്ര വേണമെന്നാ പറഞ്ഞേ? ഇവിടം വരെ എത്തിക്കാനേ പറഞ്ഞുള്ളൂ. ബാക്കി നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്ന ബുദ്ധൻ സാറ് പറഞ്ഞത്. ये क्या बतिया रहे हैं? यही कि इनकी जिम्मेदारी सिर्फ माल यहाँ लाने की है, बाकी बातें बुद्धन से हमें करनी होगी. अब बेजोश का क्या डिमांड होगा? नमस्कार बुद्धन जी. जी, आपका माल आ गया यहाँ पे, बट रेट के बारे में हमारा कोई डिस्कशन नहीं हुआ. जी, आप बहुत ज़्यादा बोल रहे हैं. ये तो बहुत ज़्यादा है सर. जी, आप सुरभि से बात कर लीजिए 1 मिनट. मैं क्या संभालो क्या यार. करूं? ഹലോ. ആ ആ ശരി. 3 പെട്ടിന്ന് വെച്ചാ 3 പെട്ടി. സാറല്ലേ? ഡാഡി വരും, അകത്തേക്ക് ഇരിക്കാം. ഞങ്ങളിവിടെ നിന്നോളാം. ചായ വേണ്ട കേട്ടോ. എന്തുവാടാ? എന്താ പേര്? സിദ്ധു, സിദ്ധാർത്ഥ് ബുദ്ധൻ. മിണ്ടാരിടാ. ലാലു, തോന്നിയാസം കാട്ടാൻ പോയിട്ടല്ലേ? 1 ഇഞ്ച് മേലെ കയറുന്നെങ്കിൽ കഥ കഴിഞ്ഞേനെന്ന് ഡോക്ടർ പറഞ്ഞത്. നല്ല വല്ല ജോലിയും ചെയ്ത് ഇനിയെങ്കിലും ജീവിക്കാൻ നോക്കൂടെ? ഞങ്ങളുടെ ജയിലിലെ ഏറ്റവും നല്ല ജോലി ഞങ്ങളുടെതാ. താനൊന്നും നന്നാവില്ല, മറ്റേ പാർട്ടിയായിട്ടല്ലേ കൂട്ട്. സിസ്റ്ററെ, എനിക്ക് നന്നാവണമെന്നുണ്ട്. കുറച്ച് കാശൊക്കെ കൈ വന്നോട്ടെ. വികടൻ ഈ ജോലിയിൽ നിന്ന് മാറിക്കോളാം. എന്താ തട്ടിയോടാവനെ? നിന്റെ ദേഹത്ത് തൊട്ടവരാരും ഇന്ന് ഇല്ല അളിയാ. ഒതുങ്ങിക്കെടു ചേട്ടാ. ലാലു, ഇതങ്ങ് പിടി. ഒന്ന് മാറി നിൽക്കും. എക്കത്തിൻ്റെ കുടലും കീറി കാലിലും കെട്ടി കടലിൽ താത്തിട്ടുണ്ട്. അവളെ വിട്ടേക്കാവൂ. ചുമ്മാ. മോനെ ലാലു, നമുക്ക് നിന്റെ വീട് വരെ ഒന്ന് പോകണ്ടേ? ഞാൻ അങ്ങോട്ട് വന്നിട്ട് കുറേ കാലമായില്ലേ. നമുക്കെല്ലാവർക്കും ഒരു ദിവസം അവിടം വരെ പോവാം മാവാ. നീ ടെൻഷൻ അടിക്കേണ്ട സൈമ, ഞാനല്ലേ ഇവിടെ. അമ്മയോട് ഇനി എന്ത് പറയുന്ന ഞാൻ ആലോചിക്കുന്നത്. നീ ചുമ്മാ പോയി അമ്മയും കൂട്ടി വാ. ബാക്കി സെറ്റപ്പൊക്കെ അപ്പച്ചൻ നോക്കിക്കോളാം. അപ്പം ലോഡോ? അത് ഞങ്ങൾ ആരെങ്കിലും ചെയ്തോളാം. നീ പോയി ജോളി അടിച്ചു വാ മച്ചാ. എടാ ലാലു, നമ്മുടെ ഗീതു ആള് കുഴപ്പമില്ലടാ. പാവാടാ, നല്ല കുട്ടിയാ. അതല്ല, അവളൊരു ആരടാ ചരക്ക്? ആരടാ ചരക്ക്? ഞാൻ കണ്ടോ? ബോട്ടിൽ മുഴുവൻ അടിച്ച് ഫിറ്റ് ആയിരിക്കാണല്ലേ. എന്ത് പറ്റിയടാ? പറന്നു പറന്നു ചെല്ലാൻ. നീ എന്തോ പറയാൻ വന്നല്ലോ. പറ്റാത്ത കാടുകളിൽ കൂടന്ന് കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. പൂമരക്കൊമ്പിൽ വികടം മുങ്ങിയടാ. എന്തെടുത്ത് മുങ്ങാൻ? ഇങ്ങോട്ട് മുങ്ങാൻ. വെറുതെ കള്ളു കുടിച്ചിട്ട് പിച്ചും പേയും പറയല്ല സൈമ. വിഷ്ണുപുത്രന് കൊടുക്കാനുള്ള കാശ് കേട്ടാ ചെറ്റ മുങ്ങിയ മുന്നെയൊക്കെ. എടാ, അവൻ എടാ, ബുദ്ധന്റെ കാറ്. നമ്മളല്ലേ? ഒന്ന് ഒഴിക്കട്ടെ? ഒരു പേഗ് ആവാല്ലേ? യാ ഷുവർ.
ഡാഡിക്ക് സിദ്ധു അടിക്കുന്ന കാര്യം അറിയോ? അയ്യോ, ഡാഡി അറിഞ്ഞാൽ കൊന്നു കളയും. പിന്നെ സീക്രട്ടായിട്ട് 1 or 2 അടിക്കുന്ന മാത്രം. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. സിദ്ധു വെറുതെ വന്നായിരുന്നോ? ആ, ഈ വഴി വന്നപ്പോൾ അടുത്ത് കയറിയെന്ന് മാത്രം. യു ഗൈസ് ഹാവ് ഫൺ. ഗുഡ് നൈറ്റ്. ഹലോ സിദ്ധു, ആ ഡാഡി. ലാലുവിൻ്റെ ബാഗ് മേടിച്ചിട്ടോ? ഓക്കെ ഡാഡി, ഞാൻ മേടിച്ചോണ്ട് വരാം. ബാഗ് ഇന്ന് ഡാഡിക്ക് കൊടുത്തില്ലേ? ആ, കൊടുത്തോളാം. അല്ല, അതെനിക്ക് തരാനാ പറഞ്ഞേ. ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാന്ന് പറഞ്ഞില്ലേ? അതെന്താ എനിക്കെന്നാ? ആ, തരാൻ മനസ്സില്ല. മര്യാദയ്ക്ക് തന്നില്ലെങ്കിൽ ഡാഡിനെ വിളിച്ചു പറയും. അല്ല, ആ ബാഗ് ഇനി വേറെ ആർക്കെങ്കിലും മറിച്ചോ? നീ പോടാ, തേക്കും പള്ളിയടി. ഇതിന് നീ അനുഭവിക്കൂലാലോ. നീ പോട ചെക്ക. ഓടാ ചേർത്തിപ്പോ തത്ര അവൻ്റെ ഒരു ഡയലോഗ് അടി. ഒരെണ്ണൊഴി. ലാലു, ലാലു, ഓടിക്കോ, ഓടിക്കോ. മക്കളെ, ഒരൊറ്റ വെറുതെ വിടില്ല. ഞാനുമാണ് പറയുന്നത്.
നാളെ എന്നൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ദിവസമുണ്ടെങ്കിൽ ഇതിൻ്റെ കണക്ക് ഞാൻ തീർക്കും. അത് തീർച്ച. എടാ നിരളി, അളിയെ കണ്ണു തുറന്നു. നീ പോയി ഡോക്ടറെ വിളി. നീ ഒന്ന് എന്നെ എഴുന്നേപ്പിച്ചേ. മെല്ലെ നോക്കി. നമ്മുടെ മേത്ത് കൈവച്ച് ഒറ്റൊരുത്തനും വെറുതെ വിടരുത്. നീ നിന്റെ ദേഹം ഒന്ന് നോക്കി. പണി കൊടുക്കാൻ സൈമ, അവസരം വരട്ടെ. ഇന്നലത്തെ സംഭവം അമ്മ അറിഞ്ഞോ? ഇന്നലെയോ? എടാ ഒരാഴ്ചയായി നീ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട്. എന്ത് കഷ്ടപ്പെട്ടാ ഞങ്ങൾ ആ ഓട കണ്ടുപിടിച്ചെന്ന് നിനക്കറിയോ? അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല. അവളെ ഞങ്ങൾ വരട്ടി വെച്ചിട്ടുണ്ട്. വിസിറ്റേഴ്സ് പുറത്ത് നിൽക്കണം. പേഷ്യൻറ്റിന് ഡ്രസ് ചെയ്യാനുള്ളതാ. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ മക്കളായി ജനിക്കുകയെന്ന് ഉമ്മറിൻ്റെ ഉമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ കാര്യത്തിൽ മുറപ്പെണ്ണായിട്ടാണ് ജനിച്ചതെന്ന് മാത്രം. ഹലോ. ആ ശരി. എടാ തെന്ന്, ബുദ്ധൻ്റെ ആൾക്കാർ ഇപ്പം എത്തും. ലാലു, നമ്മളെ കാച്ചാൻ ബുദ്ധൻ ഇങ്ങോട്ട് ആളെ അയച്ചിട്ടുണ്ടെന്ന്. ഇത് എന്തായി കാണിക്കുന്നത്? ഒന്നും മിണ്ടാതിരിക്കും. ഒന്ന് പറയുന്ന കേക്ക്. ഗീതു, അമ്മ ചോദിച്ചാ ഞാൻ ജോലിക്കാര്യത്തിനായി ഇന്ത്യ വിട്ടുപോയെന്ന് പറ. എങ്ങോട്ട്? പഞ്ചാബിലേക്ക്. കുരുടി എവിടെടാ? അവൻ താഴത്തെ വാർഡിലുണ്ട്. എടാ കുരുടി, അവൻ്റെ ഒരു ഇഞ്ചക്ഷൻ. എഴുന്നേറ്റ് പോടാ. മാറണം കൂടെ. ബുദ്ധം വരുന്നു. പെട്ടെന്നാടെ വാ.